വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. എൻ്റെ പേര് അൽഫിയ. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. മിക്കവാറും എക്സാംസിന് PSC എക്സാംസിനൊക്കെ ഒരുപാട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിനകത്ത് വരുന്നത്. അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ഒരു പാർട്ടാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് അറിയണ്ടേ? അഡ്ജക്റ്റീവ്സിന് അതിൻ്റെതായിട്ടുള്ള ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കമ്പയർ ചെയ്യുക എന്നുള്ളൊരു മീനിങ് തന്നെയാണ് അതിനുള്ളത്. അപ്പൊ അഡ്ജക്റ്റീവ്സ് ഹാവ് 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഏതൊക്കെയാണ് 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇത് മൂന്നും എങ്ങനെയാണ് അഡ്ജക്റ്റീവ്സിനകത്ത് വരുന്നത്? വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് നോക്കാം. ഡിഗ്രീസ് ഓഫ് കമ്പാരിസന്റെ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവിന്റെ ഒരു പട്ടികയാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നോക്കാം. ആദ്യത്തേത് പോസിറ്റീവ്. സി ബിഗ്. പോസിറ്റീവില് ബിഗ് എന്ന് വന്നു. കമ്പാരിറ്റീവ് വരുമ്പം ബിഗർ. സൂപ്പർലേറ്റീവ് വരുമ്പോൾ ബിഗസ്റ്റ്. അതുപോലെ തന്നെ സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. വൈഡ്, വൈഡർ, വൈഡസ്റ്റ്. സ്വീറ്റ്, സ്വീറ്റർ, സ്വീറ്റസ്റ്റ്. ബ്രൈറ്റ്, ബ്രൈറ്റർ, ബ്രൈറ്റസ്റ്റ്. അപ്പൊ ഇത് ഈ ബിഗ്, സ്മോൾ, വൈഡ്, സ്വീറ്റ്, ബ്രൈറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ ആ അഡ്ജക്റ്റീവ്സിന് വരുന്ന ചേഞ്ചസ് എങ്ങനെയൊക്കെയാണ് അതിലെ ചേഞ്ചസ് വരുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ ചീപ്പ്, ചീപ്പർ, ചീപ്പസ്റ്റ്. ക്ലീൻ, ക്ലീനർ, ക്ലീനസ്റ്റ്. ക്രേസി, ക്രേസിയർ, ക്രേസിയസ്റ്റ്. ഡാർക്ക്, ഡാർക്കർ, ഡാർക്കസ്റ്റ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അവിടെ ഗുഡ്, ഗുഡർ, ഗുഡസ്റ്റ് എന്ന് പറയുമോ? ഇല്ല. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. Bad, worse, worst. Young, younger, youngest. Beautiful, more beautiful, most beautiful. അവിടെ NST യൂസ് ചെയ്യാൻ അതിന് പറ്റാത്ത അഡ്ജക്റ്റീവ്സിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ മോർ ആൻഡ് മോസ്റ്റ് യൂസ് ചെയ്തിട്ട് അവരെ കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ആക്കും. അപ്പൊ ഇങ്ങനെയാണ് പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോട്ട് തിരിക്കുന്നത്. മീൻസ് ഓരോ അഡ്ജക്റ്റീവ്സിനെ തരംതിരിക്കുന്നത്. അപ്പൊ ബിഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ കമ്പാരിറ്റീവ് ബിഗർ ആയിരിക്കും, സൂപ്പർലേറ്റീവ് ആണെങ്കിൽ ബിഗസ്റ്റ് ആയിരിക്കും. ഇത് എങ്ങനെയാണ് ഒരു സെന്റൻസിനകത്ത് വരുന്നത് എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് നോക്കാം അതെന്താണെന്ന്. അപ്പൊ പോസിറ്റീവ് ഡിഗ്രിനകത്ത് വരുമ്പോൾ ദ ചീറ്റർ റൺസ് ഫാസ്റ്റ്. ചീറ്റ എങ്ങനെ ഓടും? ഫാസ്റ്റ് ആയിട്ട് ഓടും, അല്ലെ? ഫാസ്റ്റ് ആയിട്ട് ഓടും. സി റൺസ് ഫാസ്റ്റ്. അതെന്താണ്? അതൊരു പോസിറ്റീവ് ഡിഗ്രിയാണ്. ചീറ്റ എന്ത് ചെയ്യും? സ്പീഡിന് ഓടും എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഇൻ എ പോസിറ്റീവ് ഡിഗ്രി. അതേസമയം അതിനെ കമ്പാരിറ്റീവ് ഡിഗ്രി ആക്കിയാലോ ചീറ്റ റൺസ് ഫാസ്റ്റർ ദാൻ ഡോഗ്സ്. അവിടെ എന്ത് വന്നു? ഫാസ്റ്റർ ദാൻ വന്നു, അല്ലെ? അവിടെ ദാൻ ഡോഗ്സ്. പട്ടികളെക്കാളും വേഗതയിൽ ചീറ്റ ഓടും. അവിടെ എന്താണ്? ചീറ്റയും പട്ടികളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രി. സോ ദ ചീറ്റ റൺസ് ഫാസ്റ്റർ ദാൻ ഡോഗ്സ്. അപ്പൊ അവിടെ ദാൻ വന്നു. ദാൻ വരുമ്പോഴത്തേക്ക് അത് എപ്പോഴും എന്തിലായിരിക്കും? കമ്പാരിറ്റീവ് ഡിഗ്രിയിലായിരിക്കും. അടുത്ത നോക്കാം. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ദ ചീറ്റ റൺസ് ഫാസ്റ്റസ്റ്റ് ഓഫ് ഓൾ ആനിമൽസ്. എല്ലാ ആനിമൽസിനെ കാട്ടി ഫാസ്റ്റസ്റ്റ് ആയിട്ട് ആരോടും? ചീറ്റ ഓടും. സോ ദ ചീറ്റ റൺസ് ഫാസ്റ്റ് എന്നുള്ളത് പോസിറ്റീവ് ഡിഗ്രി. Cheetah runs faster than dogs എന്നുള്ളത് കമ്പാരിറ്റീവ് ഡിഗ്രി. Cheetah runs fastest of all animals എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. സി അവിടെ ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ് അത് അവിടെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത് മനസ്സിലായില്ലേ? അവിടുത്തെ ആ സെന്റൻസിന്റെ മീനിങ് അനുസരിച്ചിരിക്കും. Cheetah runs fast. ചീറ്റ ഓടും, വളരെ വേഗതയിൽ ഓടും എന്ന് നമുക്ക് പറയാം. അത് പോസിറ്റീവ് ഡിഗ്രി. ചീറ്റ പട്ടിയേക്കാളും വേഗതയിൽ ഓടും എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി. ചീറ്റ എല്ലാ മൃഗങ്ങളെക്കാട്ടും സ്പീഡിൽ ഓടും എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. സി ഒരു ഹോൾ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ അതിൽ രണ്ടിൽ കൂടുതലുള്ള ഒരു കമ്മ്യൂണിറ്റി എടുത്തിട്ട് പറയുകയാണെങ്കിൽ അതാണ് സുപ്പീരിയർ എന്ന് പറയുകയാണെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ പോസിറ്റീവ് ഡിഗ്രി എന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണെന്ന് മനസ്സിലായില്ലേ? ഇന്ത്യ ഈസ് എ ഡാഷ് കൺട്രി. ഇന്ത്യ ഒരു ഡാഷ് കൺട്രിയാണ്. ബിഗ്, മോർ ബിഗ്, ബിഗർ. സി നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇന്ത്യ ഈസ് എ ബിഗ് കൺട്രി. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ഇന്ത്യ ഈസ് എ ബിഗ് കൺട്രി. ഇന്ത്യ ഈസ് എ മോർ ബിഗ് കൺട്രി. അങ്ങനെ പറയോ? ഇല്ല, പറയില്ല. ഇന്ത്യ ഈസ് എ ബിഗർ കൺട്രി. അവിടെ ശരിക്കും ബിഗർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവിടെ ബിഗർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അവിടെ എന്താണ്? രണ്ട് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. ഇന്ത്യ ഈസ് ബിഗർ ദാൻ ശ്രീലങ്ക എന്നാണെങ്കിൽ നമുക്കത് പറയാം. പക്ഷെ അതേസമയം ഇവിടെ എന്താണ്? ബിഗ്, മോർ ബിഗ്, ബിഗർ. അവിടെ എന്താണ്? അതൊരു പോസിറ്റീവ് ഡിഗ്രിയിലുള്ള സെന്റൻസ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈസ് എ ബിഗ് കൺട്രി. അതാണ് ആൻസർ. അടുത്തത് ഷീ ഈസ് ഡാഷ് ദാൻ ഹെർ സിസ്റ്റർ. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇതിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. എങ്ങനെയാണ്? ഷീ ഈസ് ഡാഷ് ദാൻ ഹെർ സിസ്റ്റർ.
അവളുടെ സിസ്റ്ററിനെക്കാളും അവിടെ ദാൻ വന്നു അല്ലേ, ഷീ ഈസ് ഡാഷ് ദാൻ ഹർ സിസ്റ്റർ. സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ് ഏതായിരിക്കും? അവരുടെ സിസ്റ്ററും അവളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണല്ലേ. ഷീ ഈസ് ഡാഷ് ദാൻ ഹർ സിസ്റ്റർ. അതുകൊണ്ട് തന്നെ ഷീ ഈസ് സ്മാർട്ടർ ദാൻ ഹർ സിസ്റ്റർ. കമ്പാരിറ്റീവ് ഡിഗ്രി. അടുത്താണ് ഇഷിക ഈസ് ദ ഡാഷ് ഗേൾ ഇൻ ഹർ ക്ലാസ്. മോസ്റ്റ് ഇന്റലിജന്റ്, ഇന്റലിജന്റ്, മോർ ഇന്റലിജന്റ്. ഇഷിക ഈസ് ദ ഡാഷ് ഗേൾ ഇൻ ഹർ ക്ലാസ് അല്ലെ. ക്ലാസ്സിലെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടി ഇഷികയാണ് എന്ന് പറയുന്നതാണ് ആ സെന്റൻസിന്റെ മീനിങ്. അപ്പം അവിടെ ഹോൾ ക്ലാസ് എടുക്കുകയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഹോൾ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയൊരു കമ്പാരിസൺ ആണോ? അല്ല, ഒരു ഹോൾ ക്ലാസ്സുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. ഈ കുട്ടിയാണ് ഏറ്റവും ഇന്റലിജന്റ് എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും? മോർ ഇന്റലിജന്റ് ആയിരിക്കോ, മോസ്റ്റ് ഇന്റലിജന്റ് ആയിരിക്കോ? മോസ്റ്റ് ഇന്റലിജന്റ് ആയിരിക്കും. മോസ്റ്റ് ഇന്റലിജന്റ് ആണ് എന്തിൽ വരുന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രിക്കകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ്. അടുത്തത് ദിസ് ഈസ് ദ ഡാഷ് ആർട്ടിക്കിൾ ഐ ഹാവ് എവർ റീഡ്. മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, ഇൻട്രസ്റ്റിംഗ്, മോർ ഇൻട്രസ്റ്റിംഗ്. ഇതുവരെ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ഇത് എന്ന് പറയുന്ന മീനിങ് ആണല്ലോ അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇല്ലേ, അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? ദിസ് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ ഐ ഹാവ് എവർ റീഡ്. അടുത്തത് അമേരിക്ക ഈസ് എ ബ്രാക്കറ്റിൽ റിച്ച് കൺട്രി ഇൻ ദ വേൾഡ്. അമേരിക്ക ഈസ് എ ഡാഷ് കൺട്രി ഇൻ ദ വേൾഡ്. അവിടെ ഏതായിരിക്കും ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ വരിക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അമേരിക്ക ഈസ് എ റിച്ചർ കൺട്രി ഇൻ ദ വേൾഡ്. America is the richest country in the world. America is the most rich country in the world. America is richer than other country in the world. അവിടെ ജസ്റ്റ് ആ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മാത്രമേ ഇത് ഏതായിരിക്കും കറക്റ്റ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അമേരിക്ക ഈസ് ദ എന്താണ് സൂപ്പർലേറ്റീവ് വെച്ച് ലോകത്തെ എല്ലായിടത്തും വെച്ചിട്ട് അമേരിക്കയാണ് ഏറ്റവും സമ്പന്ന രാജ്യം എന്ന് പറയുന്നതാണ്. അമേരിക്ക ഈസ് ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അതായിരിക്കും അതിന്റെ ആൻസർ. മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒരു സെൻസ് വരുമ്പം അത് പോസിറ്റീവ് ആണോ, കമ്പാരിറ്റീവ് ആണോ, സൂപ്പർലേറ്റീവ് ആണോ എന്ന് തിരിച്ചറിയണം. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു സാധനത്തിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? നോർമലി അത് പോസിറ്റീവ് ഡിഗ്രി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് രണ്ട് ആൾക്കാർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണെങ്കിൽ, രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണെങ്കിൽ അതെന്തായിരിക്കും? കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഒരു ബഞ്ച് ഓഫ് തിങ്സ് അല്ലെങ്കിൽ ബഞ്ച് ഓഫ് ആൾക്കാർ, വേൾഡ്, ഇതൊക്കെ വന്ന് അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലും ആയിരിക്കും. ഓക്കെ, വളരെ എളുപ്പമാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ സെന്റൻസസിനകത്ത് യൂസ് ചെയ്തും കൂടെ നോക്കണം. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കാം. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് നോക്കാം. There are very few places as dash as Paris. പാരീസ് പോലെ ഭംഗിയുള്ള, പ്രിറ്റി ആയിട്ടുള്ള, അവിടെ താഴെ ഓപ്ഷൻസ് കിടപ്പാണ്. പ്രിറ്റി, പ്രിറ്റിയർ, പ്രിറ്റിയസ്റ്റ്. ഇതിൽ ഏതായിരിക്കും? ഏത് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ് ഇതിനകത്തുള്ളത്? വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. പാരീസ് പോലെ ഭംഗിയുള്ള വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ എന്ന് പറയുന്നത് പ്രിറ്റിയാണ്. അവിടെ അതെന്താണ്? നോർമലി there are very few places as pretty as Paris. അതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് ഡിഗ്രിയാണ്. അടുത്തത് ഓഫ് ദ ടു ഹൂ ഇസ് ഡാഷ്. രണ്ടു പേരിൽ ആരാണ് ഡാഷ്? ടോൾ, ടോളർ, ടോളസ്റ്റ്. എന്താണ്? രണ്ടു പേരുള്ളതിൽ ആരാണ് ഏറ്റവും പൊക്കം കൂടിയത്? ഏറ്റവും പൊക്കം കൂടി എന്നുള്ളൊരു മീനിങ് ആണ്. സോ ഔട്ട് ഓഫ് ദ ടു ഹൂ ഈസ് ദ ടോളസ്റ്റ്? ഹൂ ഈസ് ടോളസ്റ്റ്? അവിടെ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണേ. ഓക്കെ, അവിടെ ദാൻ വരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ദാൻ വരുന്നില്ല. അതുകൊണ്ടാണ് അതെന്തായത്? ടോളസ്റ്റ് ആയത്. അടുത്തത് ദിസ് ഈസ് ദ ഡാഷ് ഹൗസ് ഇൻ ദ നെയ്ബർഹുഡ്. ദിസ് ഈസ് ദ ഡാഷ് ഹൗസ് ഇൻ ദ നെയ്ബർഹുഡ്. എന്താണ്? ബിഗ്, ബിഗർ, ബിഗസ്റ്റ്. നെയ്ബർഹുഡില് അയൽവക്കത്തൊന്നും ഇത്രയും വലിയ വീടില്ല എന്ന് പറയുന്ന പോലെ ഇറ്റ് ഈസ് ദ ബിഗസ്റ്റ്. അയൽവക്കത്തുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വീട്, ബിഗസ്റ്റ്. ദിസ് ഈസ് ദ ബിഗസ്റ്റ് ഹൗസ് ഇൻ ദ നെയ്ബർഹുഡ്. എളുപ്പമല്ലേ? There is nothing dash than a glass of water. There is nothing good, better, best. എന്നാണ് അവിടെ ദാൻ വന്നു. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് there is nothing better than a glass of water. അപ്പൊ നമുക്ക് അതൊന്നുകൂടെ നോക്കാം. There are very few places as pretty as Paris. Out of the two, who is tallest? This is the biggest house in the neighborhood. There is nothing better than a glass of water. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നമുക്ക് ഒരു സാധനത്തിനെ അല്ലെങ്കിൽ ഒരാളിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അഡ്ജക്റ്റീവ്സിന് നമ്മൾ ചേഞ്ചസ് വരുന്നതാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്കത് പോസിറ്റീവ്, കമ്പാരിറ്റീവ്, മിക്കവാറും എർ ആൻഡ് എസ്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ആവും. പക്ഷെ ഗുഡ് എന്ന് പറയുന്നത്
പറയുന്ന ഗുഡിനും ബാഡിനും, ഗുഡിന് കമ്പാരിറ്റീവ് എന്തായിരിക്കും, ബെറ്റർ ആൻഡ് സൂപ്പർലേറ്റീവ് ബെസ്റ്റ് ആണ്, ബാഡിന് വേഴ്സ്റ്റ് ആണ്. അതേസമയം ടെസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റാത്തതിൽ മോർ ബ്യൂട്ടിഫുൾ, മോർ ആൻഡ് മോസ്റ്റ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്ന അഡ്ജക്റ്റീവ് എഴുതാനായിട്ട്. മോർ ഇന്റലിജന്റ്, മോസ്റ്റ് ഇന്റലിജന്റ്, ഇന്റലിജന്റ്, മോർ ഇന്റലിജന്റ്, മോസ്റ്റ് ഇന്റലിജന്റ്. അപ്പം എന്താണ് പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നും അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും നമ്മൾ കുറച്ച് സെന്റൻസസ് ഒക്കെ എഴുതി. ഇപ്പോൾ ഒരു സെന്റൻസ് എഴുതിയിട്ട് അതിനെ എന്ത് ചെയ്യുക, അതിൽ അഡ്ജക്റ്റീവിനെ കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ആക്കി മാറ്റി എഴുതി നോക്കണം. അങ്ങനെ എഴുതുമ്പം നിങ്ങൾക്ക് കുറെ കൂടെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവിടെ ദാൻ വരികയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, അത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലായിരിക്കും. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ എന്താണ് ഉള്ളതിൽ ഏറ്റവും വലിയവൻ, അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ആള്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ആള്, അങ്ങനെ ഷീ ഈസ് ദ ഷോർട്ടസ്റ്റ് ഓഫ് ദ ഹോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൽ ഏറ്റവും ചെറിയ ആള് അവളാണ്. അപ്പോൾ ആ മുഴുവൻ ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ബഞ്ച് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ബഞ്ച് ഓഫ് സാധനങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഇതാണ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുത്ത് പറയുന്നതെങ്കിൽ അതെന്തായിരിക്കും, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്കവാറും ഒക്കെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഒരിക്കലും അത് വിട്ടു പോകരുത്. വളരെ എളുപ്പമാണ്, മനസ്സിലാക്കി വെച്ചിരുന്നാലും വളരെ എളുപ്പമാണ് അതിനെ ആൻസേഴ്സ് ചെയ്യാനായിട്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാം. പിന്നെ എന്തെങ്കിലും ഒരു അഡ്ജക്റ്റീവ് തന്നിട്ട് ഇതിലത്തെ പ്രോപ്പർ ഏത് അഡ്ജക്റ്റീവാണ് എടുത്ത് എഴുതേണ്ടതെന്ന് ചോദിക്കാം. ചിലപ്പം റിച്ച് നമ്മുടെ ബ്രാക്കറ്റിൽ തന്നിട്ട് ചോദിച്ചേക്കുന്നത് പോലെ റിച്ച്, റിച്ചർ, റിച്ചസ്റ്റ് ഇതിൽ ഏതായിരിക്കും എന്നുള്ള കാര്യം, നൺ ഓഫ് ദീസ് എബോവ് എന്നൊക്കെ ആയിരിക്കും ഓപ്ഷനകത്ത് ഉണ്ടാവുക. അപ്പം ആ ഒരു രീതിയിൽ ഒരു കാര്യം കാണുമ്പോഴത്തേക്കും ഏത് ഡിഗ്രിയിലാണ് ഈ ഒരു സെന്റൻസ് എന്നുള്ള കാര്യം അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വളരെ എളുപ്പം നമുക്ക് ഒരു മാർക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ഇറ്റ്.